പ്രണയം തീ പോലെ ജ്വലിച്ചു നിന്നു അവരിൽ. ആദ്യകാലങ്ങളിൽ നോട്ടം കൊണ്ടും പിന്നീട് ആകർഷണം കൊണ്ടും ഒരിക്കലും പിരിയാൻ വയ്യാത്ത വിധം അടുത്ത രണ്ടുപേർ. സാഹചര്യങ്ങൾ അവർക്കെതിരായിരുന്നു. ജാതി, മതം, ജോലി എല്ലാം. എന്നിട്ടും അവർ മതിമറന്ന് സ്നേഹിച്ചു. അവന്റെ പക്വതയില്ലാത്ത ചില വാശികൾ അവൾ അനുവദിച്ചു കൊടുക്കുമ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ അവൾ കലിപ്പന്റെ കാന്താരിയായി മാറി. എന്തൊരു വോയിസാ! ഐ ലൈക്ക് സ്വീറ്റ് സന്തോഷ്. സ്വീറ്റ് മെലോഡിയസ് വോയിസ്. ഇപ്പോഴത്തെ ട്രെൻഡ് വോയിസ് അല്ലേ? സാർ വണ്ടി ഒന്ന് നിർത്തൂ, എന്റെ ഫ്രണ്ടാ അത്. ഗായു വാ. ഹായ്. നിനക്കൊരു 2 വീലറോ കാറോ വാങ്ങിക്കൂടെ? കമ്പനിന്ന് ലോൺ കിട്ടൂലോ. പാവങ്ങളല്ലേ, ജീവിച്ചു പൊക്കോട്ടെ. സാറിന് ഹോട്ടൽസ് മാത്രല്ല, ഫിനാൻസ് കമ്പനിയുണ്ട്. ലോൺ റെഡിയാ. ആവശ്യം വരുമ്പോ പറയാം. താങ്ക്സ്. ഗായത്രി കേറിയപ്പോ തുടങ്ങിയ മഴയാ. ഇതൊരു വല്ലാത്ത ഭാഗ്യം തന്നെ. ആ, കക്ഷി ഇറങ്ങിയിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. തന്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആ, നോക്കട്ടെ. 1 മിനിറ്റ്. സാർ, ഇതാണ് ഗായത്രി. എങ്ങനെയുണ്ട്? ഓ, ഗായത്രി ആയിരുന്നു അത്. അവൾക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? സാർ ഗായത്രീനെ അറിയോ? അറിയാമെന്നോ? കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു. ക്യാമ്പസിന്റെ മാധവിക്കുട്ടി. നന്നായി കവിത എഴുതും. ഇൻസ്റ്റയില് അവള് മൊഴി വായിക്കാറുണ്ടോ? ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഓ, എഴുത്ത് ഇപ്പോഴും ഉണ്ടല്ലേ? അപ്പൊ ഗായു ആണ് സാറിന്റെ പ്രേമകഥയിലെ നായിക. ഇത് അരുൺ ഭാസ്കർ അല്ലേ? ഇയാളാണോ നിന്റെ പുതിയ ബോസ്? യെസ്. എന്താ, നീ അറിയൂ? ഏയ്, ഒന്നുമില്ലടാ. അമ്മ കേക്കണ്ട. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. നല്ലൊരു കലാകാരൻ. ആ നിലയില് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അവനതൊക്കെ വെറൊരു നേരം പോക്ക് മാത്രമായിരുന്നു. കസിനുമായി കല്യാണം ഉറപ്പിച്ചത് അവൻ രഹസ്യമായി വെച്ചു. അതോടെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. സാറിനോടെല്ലാം പറഞ്ഞു. നിനക്കറിയോ കഴുത്, നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരില് ആ പാവം ഇതുവരെ കല്യാണം കഴിച്ചതേ ഇല്ല. നിങ്ങളുടെ ബന്ധത്തിന് പാരവച്ചതിന്റെ പേരിൽ സാർ അവളെ കെട്ടിയതുമില്ല. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. നിനക്കൊന്നും അറിയില്ല, നീ കേൾക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാ മതി. കക്ഷിയുടെ മനസ്സിൽ ഇപ്പോഴും നീയാ. അപ്പോ എന്റെ നിശ്ചയം കഴിഞ്ഞ കാര്യം നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. അതിപ്പോ ഡൗറിയിൽ ഉടക്കി നിൽക്കുകയല്ലേ. ആഹാ, എന്നുവെച്ച് വാക്ക് കൊടുത്തതല്ലേ? നിനക്കറിയോ, എല്ലാം വിറ്റുപെറുക്കി എന്നെ കെട്ടിക്കാനിരിക്കും അമ്മ. നിനക്ക് ഇനിയും സമയമുണ്ട്. അരുൺ സാർ നല്ലൊരു മനുഷ്യനാ. അത് ശരിയാവില്ലടാ. ഗായു, ഞാൻ സീരിയസാ. ആലോചിച്ച് തീരുമാനിച്ചാ മതി. നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരില് ആ പാവം ഇതുവരെ കല്യാണം കഴിച്ചതേ ഇല്ല. കക്ഷിയുടെ മനസ്സിൽ ഇപ്പോഴും നീയാ. ഗായു, ഞാൻ സീരിയസാ. ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഒന്നും ആലോചിക്കാനില്ല. തെറ്റ് നിന്റെ ഭാഗത്താ. എങ്ങനെ? നീ തെറ്റിദ്ധരിക്കായിരുന്നു. അവൻ പറയുന്നത് കേൾക്കാൻ നീ ചെവി കൊടുത്തില്ല. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഒന്നും കഴിഞ്ഞിട്ടില്ല. അമ്മയുടെ സങ്കടം നീ കണ്ടില്ലേ? ശശികലയുടെ വാക്കുകൾ നീ കേട്ടില്ലേ? അരുണിന്റെ ആ സ്നേഹവും കാത്തിരിപ്പും ഇനിയും നീ കണ്ടില്ലെന്ന് നടിക്കാണോ? ഞാൻ തെറ്റ് സമ്മതിച്ചു. പക്ഷേ ഇനി അരുണുമായിട്ട് എങ്ങനെ സംസാരിക്കും? അവന്റെ മനസ്സറിയും. അതിന് വഴിയുണ്ട്. നീ അവനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്ക്. ഏയ്, അത് ശരിയാവില്ല.
എടി മണ്ടി, ഒരു ഫേക്ക് ഐഡി മതിയല്ലോ. ഓൺലി ചാറ്റ്. നോ 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 നോ, വീഡിയോ ചാറ്റ് ഒന്നും പറ്റില്ല. എങ്കിൽ ടെക്സ്റ്റ് ചെയ്യ, വോയിസ് ചാറ്റ് വരെ ആവാലോ. അത് വേണോ? പ്രിയ മയിൽപ്പീലി, എന്നെ അറിയാം, എന്നാൽ അറിയണം നിന്നെയും. നേരിൽ അറിയാം, പക്ഷേ മനസ്സറിയുന്നില്ല. അരുൺ മാഷ് ഫ്രീ അല്ലേ? ഹായ് മയിൽപ്പീലി, ഞാൻ മാഷല്ല, അരുൺ ഭാസ്കറാണ്. ഇപ്പോൾ ഫ്രീയാണ്. ഞാൻ മാഷെന്നേ വിളിക്കും, അതാണ് എനിക്കിഷ്ടം. ആയിക്കോട്ടെ, ഐ ലൈക്ക് ഇറ്റ്. കുട്ടിക്ക് എന്ത് വേണം? അതെ, വിവാഹത്തെ പറ്റിയുള്ള മാഷിന്റെ കൺസെപ്റ്റ് കുറച്ചൊക്കെ എനിക്കറിയാം. ഇത് അവളാണോ? റിമി തന്നെ. ഇത് റിമി തന്നെ. ഇനി മാഷൊന്ന് ആത്മാർത്ഥമായി മനസ്സ് തുറക്കണം. മനസ്സ് തുറക്കാലോ, പക്ഷേ ആരാണെന്ന് എനിക്കറിയണം. നമുക്കൊരു വീഡിയോ ചാറ്റ് ആയാലോ? അതൊക്കെ പിന്നീടാവാം. തൽക്കാലം വോയിസ് ചാറ്റ്. ഇപ്പോൾ വേണ്ട, നാളെ. ബൈ. ബൈ. എങ്ങനെയുണ്ട്? കണ്ടാ കണ്ടടേ, കണ്ടാ മാസ്ക് ഇടോ. ഗെറ്റ് ഔട്ട്. രാവിലെ വന്നിരിക്കുക കണിയായിട്ട്. സർ. യെസ്, വരൂ. ഇവളാണോ ഇനി മയിൽപ്പീലി? സർ, ഇവിടെ ഒരു സൈൻ ചെയ്യണമായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ പോരെ റിമി. എന്താ സർ? അല്ല, ഫയലൊക്കെ നേരിട്ട് തന്നാ പോരെ എന്നാണ് പറഞ്ഞത്. ഡൗട്ടൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാലോ, അല്ലേ? എനിക്ക് സമ്മതമാ സർ, സാറിന്റെ മനസ്സറിയാനാ. പുലിവാലായല്ലോ ഇത്. അപ്പോ ഇത് റിമിയല്ല, പിന്നെ മാഷെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, വിവാഹ ദിനത്തോടെ വരനും വധുവും സ്വാതന്ത്ര്യം നേടുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യേണ്ടവളല്ല ഭാര്യ. പക്ഷേ ഈ ആദർശം പറയുന്ന പുരുഷവർഗം തന്നെയല്ലേ ഈ ക്രൂരതയെല്ലാം ചെയ്യുന്നത്? കൂട്ടിന് അവന്റെ അമ്മയും സഹോദരിമാരുമെല്ലാം. ശരിയാ, ഈ സംഭവങ്ങൾ തന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടല്ലേ? ഉത്തര, അർച്ചന, പ്രിയങ്ക, വിസ്മയ ഉറങ്ങാൻ കിടക്കുമ്പോ ഇവരുടെയൊക്കെ മുഖങ്ങളാ. എന്റെ എല്ലാമായിരുന്നു അവൾ. അർച്ചന, എന്തിനാണ് ആണുങ്ങള് ഇങ്ങനെയൊക്കെ? താൻ സെന്റിമെന്റൽ ആയല്ലേ? ഓക്കെ, കൂൾ, ഐ നോ ഇറ്റ്. പിന്നെ വരാടോ. എന്തുപറ്റി? അമ്മ അത് നിരാഹാരത്തില. എന്താ കാര്യം? എന്താ? നിന്റെ കല്യാണ കാര്യം തന്നെ വിഷയം. ഈ അമ്മയുടെ ഒരു കാര്യം. വ്യത്യസ്തങ്ങളായ കാഴ്ചകളും അറിവുകളുമായി 30 മിനിറ്റ് കണ്ടു മതി. എന്റെ അമ്മേ, ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളാ ഈ നിരാഹാരം കിടക്കുന്നത്. മതി മതി മതി, എന്നേക്ക്. ഇല്ല, എനിക്ക് വിശപ്പില്ല. ഞാൻ പെണ്ണ് കാണാൻ സമ്മതിച്ചാ വിശപ്പ് വരുമോ?
എന്നാ ഇതാ ബ്രോക്കറെ വിളിച്ചു പറഞ്ഞോ, ഞാൻ റെഡിയാണ്. ആ എടാ നല്ല കുട്ടിയാണ്, നീ ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. അമ്മ എനിക്കൊരു ഫോട്ടോയും കണ്ട. അമ്മയ്ക്ക് ഇഷ്ടായ എനിക്ക് ഇഷ്ട. എന്നേക്ക് നല്ല കുട്ടിയല്ലേ? സാറേ, പെണ്ണിന്റെ ഫോട്ടോ കാണിക്കട്ടെ. ഇനി ഞാൻ കാണിച്ചില്ല എന്ന് പറയരുത്. ഇവിടെ താൻ കയറിയത് മുതൽ തുടങ്ങിയതാണല്ലോ പെണ്ണിന്റെ ഫോട്ടോ ഫോട്ടോ. കാണാൻ പോകുന്ന കാര്യല്ലേ, ഞാൻ കണ്ടറിഞ്ഞോളാം. കിച്ചു വള. മഴയുണ്ട് സാറേ, കൊട കരുതിക്കോ. മഴ നല്ലതല്ലേ, ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാലോ. അങ്ങനൊന്നും പറയല്ലേ സാറേ, എല്ലാം ദൈവം തീരുമാനിക്കുന്നതല്ലേ. താൻ ചെല്ലേ. എന്താ ലാലു ഒന്നും പറയാതെ? ഞങ്ങളൊരു ചടങ്ങിന് പോകാൻ ഇറങ്ങുക. അതെ, നമ്മുടെ ഗായത്രി മോളുടെ കൂടെ പഠിച്ചിരുന്ന ആളാ. ഈ വഴി വന്നപ്പോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. താൻ എന്തുവാടെ ഈ പറയുന്നത്? നിശ്ചയം കഴിഞ്ഞ പെണ്ണാ, അതും തന്റെ കക്ഷി തന്നെ. അത് നടക്കുമെന്നേ, അമ്മ പേടിക്കണ്ട. അതൊന്നും ശരിയാവൂല, അവളും സമ്മതിക്കില്ല. അമ്മ മോളോടൊന്ന് പറ, അവരൊന്ന് കണ്ടു പൊക്കോട്ടെ. മോളെ, നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആ അമ്മ ദാ വരുന്നു. തിരികെ നാം വീണ്ടും ചേരുന്നു ഈ നാളിൽ. തളിരോലും കൊമ്പിൽ മെല്ലെ പൂക്കൾ വിരിയുന്നു. മനമാകെ മോഹം കൂടുന്നു. ചേലോടെ പല നാളായി പറയാ കഥകൾ വീണ്ടും തുടരുന്നു. ഇവിടെ ഇനിയും ഇടനാഴിച്ചുമരിൽ പേരെല്ലാം ആരെഴുതിയിടുന്നു. വെയിലിൽ തണലേകും വാകച്ചോട്ടിൽ മലരാകും. ഇനിയും നാം ഈണം മൂളിക്കൂടുന്നിതാ പോകുവാൻ വൈനി. തിരികെ നാം വീണ്ടും ചേരുന്നു. മനമാകെ മോഹം കൂടുന്നു. നനഞ്ഞു വന്നാദ്യം നമ്മൾ അറിഞ്ഞതേയില്ല തമ്മിൽ. പിരിഞ്ഞങ്ങു പോകും വേനലിൽ പറഞ്ഞൊന്നു തീരാതെ മനസ്സിന്റെ മൺകൂടിൽ മയിൽ പീലി പോലെ മിന്നും മോഹങ്ങളെ പോകുവാൻ വൈനി. വേലാറി പകലുമായുന്നു. മിഴിനീരാൽ നമ്മൾ പിരിയുന്നു. തിരികെ നാം വീണ്ടും ചേരുന്നു ഈ നാളിൽ. തളിരോലും കൊമ്പിൽ മെല്ലെ പൂക്കൾ വിരിയുന്നു.
എങ്കിലും ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ശശികലയോട് ഞാനെല്ലാം പറഞ്ഞിരുന്നു. സോറി, റിയലി സോറി. അമ്മ പറഞ്ഞത് കേട്ട് ഞാനൊരു നാടകം കളിച്ചതാ. പിന്നെ ബ്രോക്കർ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ ഒട്ടും നോക്കിയതുമില്ല. മാത്രമല്ല ഗായത്രി വീട് മാറിയതും അത് ഞാൻ അറിഞ്ഞില്ല. അരുണിന് നല്ല പെൺകുട്ടികളെ കിട്ടില്ലേ? പിന്നെന്താ? കിട്ടുമായിരിക്കും, പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ ഇതുവരെ കണ്ടെത്താനായില്ല. ഇറ്റ്സ് ഓക്കെ, തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്ക് തന്നെ ഇഷ്ടമായെന്നും തനിക്ക് എന്നെ ഇഷ്ടമായില്ലെന്നും അമ്മയോട് പറയാം. എന്താ, ഓക്കെ അല്ലേ? അതൊക്കെ. അപ്പൊ ഇനി എന്താ നിന്റെ മനസ്സിൽ? അങ്ങനൊന്നുമില്ലടോ. പിന്നെ നിന്നോട് പറയാലോ, ഫേസ്ബുക്കിൽ ഒരു കുട്ടിയാണ് ഇപ്പോഴെൻ്റെ വിരസത മാറ്റുന്നത്. എടോ, തന്നെ പോലെ തന്നെയാണോ അവള്? ആകെ പ്രോബ്ലാ. പിന്നെ എൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കുട്ടിയുടെ മനസ്സിലും എൻ്റെ ഇഷ്ടം. അരുൺ പ്ലീസ്. എടാ, എനിക്ക് നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, എന്തോ എനിക്കതിന് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ നീ പറഞ്ഞില്ലേ, കുറച്ചുനാൾ ഞാനും ആ ഓർമ്മകളുടെ ഷോക്കിലായിരുന്നു. കുറേ പ്രപ്പോസൽസ് വേണ്ടെന്ന് വെച്ചു. അമ്മയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഒടുവിൽ ഞാൻ സമ്മതിച്ചു. എനിക്കിഷ്ടമല്ലാഞ്ഞിട്ട് കൂടി അമ്മ അവർക്ക് വാക്കു കൊടുത്തു. നമുക്കിനിയെങ്കിലും ഒരുമിച്ചൂടെ? വൈകിപ്പോയി. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അമ്മ ഉണ്ടാവില്ലെന്നാണ്. ഇതായിരിക്കും എന്റെ വിധി. ഗായു, കരയില്ലേ? അതിരിക്കട്ടെ, നീ പറഞ്ഞില്ലല്ലോ ആരാണ് ആ ഭാഗ്യവതി. ചിലപ്പോൾ ഫേക്കേടി ആയിരിക്കാം. എങ്കിലും ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത ഭീതിയും കണ്ണുകളിൽ ഉത്കണ്ഠയുമാണ്. ഏതായാലും ഭാവി വരുന്ന അടുത്തറിയാനുള്ള അവരുടെ ശ്രമം അതെനിക്കിഷ്ടായി. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ അരുൺ? ചീറ്റിംഗ് ആയിക്കൂടെ? ഞാൻ ആ കുട്ടിയുടെ മനസ്സിനെയാണ് ഇഷ്ടപ്പെട്ടത്. എന്നെങ്കിലും ആ കുട്ടി എൻ്റെ മുന്നിൽ വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവളുടെ സൗന്ദര്യമോ ജാതിയോ സമ്പത്തോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ദൈവം അവളെ എനിക്ക് വേണ്ടി വെച്ചതാണെങ്കിൽ ഞാൻ അവളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും, ഉറപ്പാ. അരുണിന് അവളെ ഇഷ്ടമാണെങ്കിൽ ഇനി ദൈവം കൈവിടില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഗായു. എനിവേ, ഓൾ ദി ബെസ്റ്റ് ടു യു ടു. ഇന്ന് ന്യൂനമർദ്ദ ഭീഷണി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ റേഡിയോ ആപ്പിളിലെ എല്ലാ ലിസണേഴ്സിനും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. മഴയായി അവൾ. കാമ്പസിൽ അന്ന് ആദ്യമായി അവളെ കാണുമ്പോൾ മഴ ചാറിയിരുന്നു. വേർപിരിയലിനൊടുവിൽ അവൾ എന്നിൽ നിന്ന് അകലുമ്പോഴും മഴയിൽ ഞങ്ങൾ നനഞ്ഞു. പ്രതീക്ഷകൾ അസ്തമിച്ച് ഞാൻ തിരികെ നടക്കുമ്പോൾ അവൾ എന്നിൽ പെരുമഴയായി പെയ്തിറങ്ങി. ഗ്രേറ്റ്, ടച്ചിങ്. കവയിത്രി ഉണരുന്നു. ശരിയാ ഗായു, നീ ഓർക്കുന്നുണ്ടോ മാഷെന്ന് വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നെറ്റിയിൽ ദൈവം ഒരു മഴത്തുള്ളിയായി വന്നിറങ്ങി. മാഷേ, ഞാൻ മാഷെന്നേ വിളിക്കും. അതാണ് എനിക്കിഷ്ടം. മയിൽപ്പീലി.
കുറച്ചു സമയം ഒന്ന് പിന്നിലേക്ക് പോയാലോ? ഒന്ന് തിരികെ നടന്നാലോ ആ പ്രണയാതുരമായ പാറിപ്പറന്ന കാലത്തേക്ക്? മധുരതരമായ ക്യാമ്പസ് ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ശശികല. സൂരജിന്റെ മറ്റൊരു ഗാനമാണ് തിരികെ നാം. സൂരജ് സന്തോഷിന്റെ പ്രണയമൂറുന്ന ശബ്ദത്തിൽ ആ കാലത്തിലേക്ക് ഒന്ന് പോയാലോ? നവാഗതനായ അനന്തരാമൻ അനിലാണ് സംഗീതം നൽകിയിരിക്കുന്നത്. രചന സുമീഷ് സോമസുന്ദർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. തനിക്കൊരു ടൂ വീലറോ കാറോ വാങ്ങിക്കൂടെ? കമ്പനിന്ന് ലോൺ കിട്ടുമല്ലോ. അതെ, സാറിന് ഫൈനാൻസ് കമ്പനി ഉണ്ട് കേട്ടോ. ഹോട്ടൽസ് മാത്രല്ല, ലോൺ റെഡിയാ. എനിക്ക് ഇത് തന്നെ വേണം. ബ്രോക്കറെ അമ്മയും കൂട്ടുപിടിച്ച് കാര്യം കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ ശശിയായി. ഏയ്, ശശികലയായി. ഇന്ന് എല്ലാവർക്കും നല്ലൊരു എനർജിയുള്ള ദിവസമാകട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. വിഷ് യു ഓൾ എ സൺഷൈൻ മോർണിംഗ്. ദിസ് റേഡിയോ ആപ്പിൾ, a day with Apple keeps all the stress away. തിരികെ നാം വീണ്ടും ചേരുന്നു ഈ നാളിൽ